ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിരുന്നത് തെർമോഡൈനാമിക് സൈക്കിൾസ് ആണ്. ഭൂമിയുടെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത്. അതായത് തെർമോഡൈനാമിക് സൈക്കിൾസ്, കാർനോട്ട് സൈക്കിൾ, ഡീസൽ സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, മൂന്ന് തരം സൈക്കിൾ, പിന്നെ അതിൻ്റെ പ്രോബ്ലംസും പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ IC എഞ്ചിൻ്റെ പാർട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ ഒന്ന് സ്റ്റാർട്ടായിരുന്നു. ബേസിക്സ് പറഞ്ഞിരുന്നല്ലോ, ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. ഫസ്റ്റ് എന്താണ് എഞ്ചിൻ എന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് എഞ്ചിൻ പറഞ്ഞു, ഇന്റേണൽ കമ്പഷൻ, എക്സ്റ്റേണൽ കമ്പഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എഞ്ചിൻ നോമൻക്ലേച്ചറും കമ്പോണൻസും നോക്കി. പിന്നെ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിൻ നോക്കിയിരുന്നു. ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനിയുള്ളതാണ് മെയിൻ പാർട്ട്. ഡീസൽ എഞ്ചിൻ്റെയും പെട്രോൾ എഞ്ചിൻ്റെയും വർക്കിങ്ങും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളുമാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഫസ്റ്റ് പോർഷൻ നമ്മൾ തുടങ്ങുന്നത് വർക്കിംഗ് ഓഫ് ഡീസൽ എഞ്ചിനാണ്. ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ ഫസ്റ്റിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ട് തരം എഞ്ചിനുണ്ട് എല്ലാത്തിനും. പെട്രോൾ ആയാലും ഡീസൽ ആയാലും ടു ടൈപ്സ് ഓഫ് എഞ്ചിനുണ്ട്. 4 സ്ട്രോക്ക് എഞ്ചിനും 2 സ്ട്രോക്ക് എഞ്ചിനും. നമ്മൾ നേരത്തെ നോക്കിയിരുന്നല്ലോ, 4 സ്ട്രോക്ക് എഞ്ചിനും 2 സ്ട്രോക്ക് എഞ്ചിനും. ഇതാണ് ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ നമ്മൾ സ്കീമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ 4 സ്ട്രോക്കിൽ നമ്മൾ കമ്മ്യൂട്ട് ചെയ്യുന്നത്. 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ 2 സ്ട്രോക്കിലാണ് കമ്മ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യും. ആദ്യം നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കുകയാണ്. ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നിങ്ങൾ 3 തരം സൈക്കിൾസ് പഠിച്ചായിരുന്നു, കാർനോട്ട് സൈക്കിൾ, ഡീസൽ സൈക്കിൾ ആൻഡ് ഓട്ടോ സൈക്കിൾ. ഇതിൽ ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഡീസൽ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചതാരാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആരാണ്? റുഡോൾഫ് ഡീസൽ ആണ് ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത്. അപ്പം ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സൈക്കിളാണ് ഡീസൽ സൈക്കിൾ. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ 4 സ്ട്രോക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ 4 സ്ട്രോക്കിൻ്റെ പേരെന്ന് പറയുന്നത് ഫസ്റ്റ് സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയും, സെക്കൻഡ് വൺ കംപ്രഷൻ സ്ട്രോക്ക്, തേർഡ് വൺ എക്സോസ്റ്റ് ആൻഡ് ഫോർത്ത് വൺ തേർഡ് വൺ വർക്കിംഗ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്ക്, ഫോർത്ത് വൺ എക്സോസ്റ്റ് സ്ട്രോക്ക്. ഇങ്ങനെയാണ് 4 സ്ട്രോക്കിൻ്റെ പേര്. വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം ഇതിൽ സംഭവിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് എയറിനെ, അതായത് വെളിയിലുള്ള നമ്മളുടെ എയറിനെ എഞ്ചിൻ സിലിണ്ടറിനകത്തിലേക്ക് സക്ക് ചെയ്തെടുക്കും. ഫസ്റ്റ് സ്ട്രോക്കിൽ സക്ഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് ഡ്രോൺ ഇൻ ടു ദ എഞ്ചിൻ സിലിണ്ടർ ഡ്യൂറിംഗ് ദ സക്ഷൻ സ്ട്രോക്ക്. എന്നിട്ട് ഇതിൻ്റെ കംപ്രഷൻ സ്ട്രോക്ക്, രണ്ടാമത്തെ സ്ട്രോക്കിൻ്റെ കേസിൽ ഈ സക്ക് ചെയ്തെടുത്തിരിക്കുന്ന അറ്റ്മോസ്ഫിയറിക് എയറിനെ ഹൈ പ്രഷർ ടെമ്പറേച്ചറിലേക്ക് കംപ്രസ് ചെയ്യും. ഹൈ ടെമ്പറേച്ചർ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്യും. സ്ലൈഡ് നോക്കിയാൽ കാണാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞു തരുന്നത്? ആദ്യം അറ്റ്മോസ്ഫിയറിക് എയറിനെ എഞ്ചിൻ സിലിണ്ടറിലേക്ക് കയറ്റുകയും സക്ഷൻ സ്ട്രോക്കിൽ കൂടി സക്ക് ചെയ്തെടുത്തിട്ട് ഹൈ ടെമ്പറേച്ചർ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്യും. ഈ കംപ്രസ് ചെയ്യുമ്പോൾ ഈ എയറിന്റെ ടെമ്പറേച്ചർ പ്രഷർ കൂടുതലാണ്. ഈ ടെമ്പറേച്ചർ, ഈ കംപ്രസ്ഡ് എയറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ ഫ്യൂവല്, നമ്മൾ ഡീസൽ എഞ്ചിനാണ് പറയുന്നത്. അപ്പം ഫ്യൂവൽ ഏതാ? ഡീസലാണ്. ഡീസൽ ഇഗ്നേറ്റ് ചെയ്യാൻ വേണ്ട ടെമ്പറേച്ചറിനെക്കാട്ടിൽ കൂടുതലായിരിക്കും ഈ കംപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന എയറിന്റെ ടെമ്പറേച്ചർ. ഓക്കെ, അതായത് ടെമ്പറേച്ചർ ഓഫ് കംപ്രസ്ഡ് എയർ വിൽ ബി എബോവ് ദ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഓഫ് ദ കറസ്പോണ്ടിങ് ഫ്യൂവൽ. ഡീസലാണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഓഫ് ഡീസൽ. എന്നിട്ട് ഈ രണ്ടാമത്തെ സ്ട്രോക്കിന്റെ അവസാനം, അതായത് കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാനം, ജസ്റ്റ് ബിഫോർ ദ എൻഡ് ഓഫ് കംപ്രഷൻ സ്ട്രോക്ക്, ഈ ഡീസൽ എഞ്ചിനിൽ എന്തുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു? ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ് ഉള്ളതെന്ന് പറഞ്ഞു. ഡീസലിനെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഫ്യൂവൽ ഇഞ്ചക്ടർ. അപ്പോൾ ഈ രണ്ടാമത്തെ സ്ട്രോക്കിന്റെ അവസാനം, കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാനം, ഒരു മീറ്റേർഡ് ക്വാണ്ടിറ്റി, അതായത് ഒരു നിശ്ചിത അളവിൽ ഫ്യൂവലിനെ ഈ സിലിണ്ടറിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി.
കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാനം ഫ്യൂൽ ഇഞ്ചക്ടർ ഡീസൽ സിലിണ്ടറിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ എയറിനെ ഹൈ ടെമ്പറേച്ചർ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഡ്യൂ ടു ദ ഈ പ്രഷറും ടെമ്പറേച്ചറും കാരണം ഈ ഫൈൻ സ്പേഡ് രൂപത്തിൽ സ്പേഡ് കൊടുത്തിരിക്കുന്ന ഫ്യൂല് ഇഗ്നേറ്റ് ആവുകയും അവിടെ ബേണിംഗ് സംഭവിക്കുകയും ഇഗ്നിഷൻ സംഭവിക്കുകയും ചെയ്യും. ഇഗ്നിഷൻ സംഭവിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും, എയർ കത്തി അവിടെ എക്സ്പാൻഷൻ സംഭവിച്ചു പിസ്റ്റനെ താഴേക്ക് തള്ളും. ഓക്കെ, എന്നിട്ട് ഈ പിസ്റ്റൺ താഴേക്ക് വന്നല്ലോ. ആഫ്റ്റർ ഡൂയിങ് വർക്കിംഗ് ഓൺ ദ പിസ്റ്റൺ, അതായത് ഈ എയർ ഈ കത്തിക്കഴിഞ്ഞിരിക്കുന്ന എയർ എക്സ്പാൻഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ട് കത്തുന്നതിനാണ് ബേൺഡ് ഗ്യാസ് എന്ന് പറയുന്നത്. കത്തിക്കഴിഞ്ഞിരിക്കുന്ന ബേൺഡ് ഗ്യാസ്. ആഫ്റ്റർ ഡൂയിങ് വർക്ക് ഓൺ ദ പിസ്റ്റൺ ദ ബേൺഡ് ഗ്യാസ് എസ്കേപ്പ് ഫ്രം ദ എൻജിൻ സിലിണ്ടർ ത്രൂ ദ എക്സോസ്റ്റ് വാൽവ്. രണ്ട് തരം വാൽവ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ് ഉണ്ട്. എക്സോസ്റ്റ് വാൽവിൽ കൂടെ കത്തിയിരിക്കുന്ന ബേൺ ചെയ്തിരിക്കുന്ന ഗ്യാസ് മുകളിലേക്ക് പുറന്തള്ളും. ഇവിടെ നമ്മൾ ഈ ഇഗ്നിഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നത് ഈ കംപ്രസ്ഡ് എയറിന്റെ ഹൈ ടെമ്പറേച്ചറും പ്രഷറും കാരണമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ എഞ്ചിനെ ഇന്റേണൽ അല്ല കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ അഥവാ സിഐ എഞ്ചിൻ എന്ന് പറയുന്നത്. ഇഗ്നിഷൻ നടക്കുന്നത് കംപ്രസ് ചെയ്തിരിക്കുന്ന എയറിന്റെ ടെമ്പറേച്ചർ പ്രഷർ കൊണ്ടാണ്. അതുകൊണ്ടാണ് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ എന്ന് വിളിക്കുന്നത്. എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ? ആദ്യം എഞ്ചിന്റെ ഇൻലെറ്റ് വാൽവിൽ കൂടി അറ്റ്മോസ്ഫിയറിക് എയർ സിലിണ്ടറിലേക്ക് കയറും. എന്നിട്ട് കംപ്രഷൻ സ്ട്രോക്കിൽ ഈ സിലിണ്ടറിനെ ഹൈ പ്രഷർ ടെമ്പറേച്ചറിലേക്ക് കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഫ്യൂൽ ഇഞ്ചക്ടർ ഉണ്ട്. ഈ ഫ്യൂൽ ഇഞ്ചക്ടർ ഒരു കുറച്ച് മീറ്റോട് കാണിട്ടിട്ടുള്ള ഫ്യൂവലിനെ ഈ സിലിണ്ടറിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ കംപ്രസ് ചെയ്തിട്ടിരിക്കുന്ന എയറിന്റെ ടെമ്പറേച്ചർ വളരെ കൂടുതലായതിനാൽ ഇത് കത്തും. ഈ സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡീസൽ കത്തിയിട്ട് പിസ്റ്റനെ മേളിൽ നിന്ന് താഴേക്ക്, അതായത് ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് അവസാനത്തെ സ്ട്രോക്കിൽ ഈ ബേൺഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബേൺഡ് ഗ്യാസ്, ബാക്കി വന്ന ഗ്യാസ് എക്സോസ്റ്റ് വാൽവിൽ കൂടി പുറന്തള്ളും. ഇത്രയാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് വർക്കിംഗ് നോക്കാം. എങ്ങനെയാണ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്, ഡീസൽ എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വർക്കിംഗ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 4 സ്ട്രോക്സ് ആണ് എഞ്ചിനുള്ളത്. 4 സ്ട്രോക്ക് വർക്കിംഗ് ഓഫ് 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം 4 സ്ട്രോക്കാണ്. ഒരു സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 4 സ്ട്രോക്ക് ഓഫ് പിസ്റ്റൺ കൊണ്ടാണ്. അതാണ് ഈ 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. 4 സ്ട്രോക്ക് ഓഫ് പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ 4 വട്ടം പിസ്റ്റൺ മേലിൽ നിന്ന് താഴേക്ക് പോകും. അതാണ് 4 കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് മേളിലായിരിക്കും, സെക്കൻഡ് താഴെ ആയിരിക്കും, പിന്നെയും മേളിൽ, പിന്നെയും താഴെ. 4 വട്ടം പിസ്റ്റൺ മേലോട്ട് താഴോട്ട് പോകുമ്പോഴാണ് ഒരു സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിലെ മേജർ പാർട്സ് എന്തൊക്കെയാണ്? ഒന്നൊരു ഇൻലെറ്റ് വാൽവ് ഉണ്ട്, പിന്നെ ഒരു എക്സോസ്റ്റ് വാൽവ്. ഇൻലെറ്റ് വാൽവ് ആണ് ഈ ഫിഗറിൽ ലെഫ്റ്റിൽ മേളിൽ ടോപ്പ് എൻഡിൽ കാണിച്ചിരിക്കുന്നതാണ് ഇൻലെറ്റ് വാൽവ്. റൈറ്റിൽ ഉള്ളത് എക്സോസ്റ്റ് വാൽവ്, നടുക്കുള്ളത് ഫ്യൂവൽ ഇഞ്ചക്ടർ. പിന്നെ റെക്ടാങ്കിൾ ഷേപ്പിൽ കാണിച്ചിരിക്കുന്നതാണ് പിസ്റ്റൺ. എന്നിട്ട് പിസ്റ്റണും ക്രാങ്കും കണക്ട് ചെയ്തിരിക്കുന്ന പോർഷനാണ് കണക്ടിംഗ് റോഡ്. ഇത് അവസാനമുള്ളതാണ് ക്രാങ്ക്. ഇതാണ് ക്രാങ്ക്. ഇതാണ് ഇൻലെറ്റ് വാൽവ് ഉണ്ട്, എക്സോസ്റ്റ് വാൽവ് ഉണ്ട്, ഫ്യൂവൽ ഇഞ്ചക്ടർ, പിസ്റ്റൺ, കണക്ടിംഗ് റോഡ്, ക്രാങ്ക്. ഇത്രയാണ് മേജർ പാർട്സ് മോസ്റ്റ് ഓഫ് ഡീസൽ എഞ്ചിൻ. അപ്പം ഇതില് പിന്നെ നിങ്ങൾ നേരത്തെ പഠിച്ചിരുന്നു, കമ്പോണൻസ് പഠിച്ചപ്പോൾ ഒരു ഇൻലെറ്റ് മാനിഫോൾഡും എക്സോസ്റ്റ് മാനിഫോൾഡും ഉണ്ടെന്നൊക്കെ പഠിച്ചിരുന്നല്ലോ. അതായത് നമ്മുടെ എയറിനെ അകത്തോട്ട് കൊണ്ടുവരുന്നത്, എയറിനെ ഈ സിലിണ്ടറിനകത്തോട്ട് കൊണ്ടുവരുന്നതാണ് ഇൻലെറ്റ് മാനിഫോൾഡ്. പിന്നെ ഈ കത്തിക്കഴിഞ്ഞിരിക്കുന്ന ബേൺഡ് ഗ്യാസിനെ നമ്മൾ സൈലൻസറിലേക്ക് കൊടുക്കുന്നതാണ് എക്സോസ്റ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. അത് രണ്ടും കൂടെ ഉണ്ട്, മനസ്സിലാക്കി വെച്ചാൽ. പിന്നെ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഉണ്ടല്ലോ, ഇതിന് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ട്. ഈ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൺട്രോൾ ചെയ്യുന്നത് ക്യാം എന്ന് പറയുന്ന സാധനമാണ്. ക്യാം ഷാഫ്റ്റ് പഠിക്കാനില്ല, അറിഞ്ഞിരുന്നാൽ മതി. ഈ ക്യാമിന്റെ റൊട്ടേഷൻ കൊണ്ടാണ് ഈ ഇൻലെറ്റ് വാൽവ് എക്സോസ്റ്റ് വാൽവ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത്. ക്യാമിന്റെ ഓപ്പറേഷൻ കൊണ്ടാണ് കേട്ടോ. ക്യാം കറങ്ങുന്നതനുസരിച്ചാണ്. ക്യാം ഇങ്ങനെ ഒരു നമ്മുടെ മുട്ടയില്ലേ, മുട്ട പകുതി മുറിച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ക്യാമിന്റെ ഷേപ്പ്. ക്യാം ഇങ്ങനെ കറങ്ങുമ്പോഴാണ് ഇൻലെറ്റ് വാൽവ് താഴോട്ടും വെള്ളോട്ടും നീങ്ങുന്നത്.
ഇത്രയാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ. ഞാനൊന്ന് ഓടിച്ചിട്ട് പറയാം, എന്നിട്ട് നിങ്ങളൊരു വീഡിയോയിൽ കാണിക്കാം, അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫസ്റ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഇൻടേക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ സക്ഷൻ സ്ട്രോക്കാണ്. സക്ഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് എയർ, ഔട്ട്സൈഡ് എയർ സിലിണ്ടറിലേക്ക് കയറും. ഇൻലെറ്റ് വാൽവിൽ കൂടി സിലിണ്ടറിലേക്ക് കയറും. ഇവിടെ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് ഇതിനെ സെക്കൻഡ് സ്ട്രോക്കാണ് കംപ്രഷൻ സ്ട്രോക്ക്. ഇവിടെ ഇതിനെ കംപ്രസ് ചെയ്യും. ഹൈ ടെമ്പറേച്ചർ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് വാൽവും ക്ലോസ്ഡ് ആയിരിക്കും. അതായത് ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ ഈ കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാനം ഫ്യൂൽ ഇഞ്ചക്ടർ കൊണ്ട് ഫൈൻ സ്പ്രേയുടെ രൂപത്തിൽ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ ഗ്യാസ് ബേൺ ചെയ്യുന്നതാണ് എക്സ്പാൻഷൻ സ്ട്രോക്ക്. എക്സ്പാൻഷൻ സ്ട്രോക്കിൽ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്യും. ലാസ്റ്റ് സ്ട്രോക്കാണ് എക്സോസ്റ്റ് സ്ട്രോക്ക്. അവിടെ ബേൺഡ് ഗ്യാസ് എക്സോസ്റ്റ് വാൽവിൽ കൂടെ പുറത്തു പോകും. പിസ്റ്റൺ ബോട്ടം ഡെഡ് സെന്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്യും. ഇവിടെ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കും, ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആയിരിക്കും. വീഡിയോ ഉണ്ട്, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ബേസിക് എന്താ നമ്മുടെ സിലിണ്ടറിൽ അല്ല എഞ്ചിൻ എന്തൊക്കെയാണെന്ന് അറിയാം. സിലിണ്ടർ ഹെഡ് ഉണ്ട്, നിങ്ങൾക്കറിയാം. പിന്നെ വാൾസ് ഉണ്ട്, വാൾ സ്പ്രിംഗ് ഉണ്ട്, പിസ്റ്റൺ ഉണ്ട്, ഫ്യൂൽ ഇഞ്ചക്ടർ, ക്രാങ്ക് ഷാഫ്റ്റ്, കണക്ടിംഗ് റോഡ്, പിസ്റ്റൺ, ടോപ്പ് ഡെഡ് സെന്റർ, ബോട്ടം ഡെഡ് സെന്റർ, എക്സോസ്റ്റ് ഇൻടേക്ക്. ഓക്കെ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഓടിച്ചിട്ട് നോക്കാം. ഫ്യൂൽ ഇഞ്ചക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു, അടുക്കിയിരിക്കുന്നതാണ് ഫ്യൂൽ ഇഞ്ചക്ടർ. ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സാധനം. പിന്നെ രണ്ട് വാൽവുണ്ട്, ഇൻലെറ്റ് വാൽവാണ് ലെഫ്റ്റിലെ, എക്സോസ്റ്റ് വാൽവാണ് റൈറ്റിലെ. വാൽവിന്റെ മൂവ്മെന്റ് ആണ് വാൽവ് സ്പ്രിങ് വെച്ച് കൺട്രോൾ ചെയ്യുന്നത്. മേളിൽ ഓവൽ ഷേപ്പിലുള്ളതാണ് ക്യാമ്. ക്യാമ് കറങ്ങുമ്പോഴാണ് ഇൻലെറ്റ് വാൽവ് താഴോട്ട് നിന്ന് തുറക്കുന്നത്. കേട്ടോ. പിന്നെ ഉള്ളത് പിസ്റ്റൺ ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. പിന്നെ അത് കണക്ട് ചെയ്തിരിക്കുന്നത് കണക്ടിങ് റോഡാണ്. ക്രാങ്ക് ഉണ്ട്, ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്, സിലിണ്ടർ ഹെഡ്. എല്ലാം മനസ്സിലായല്ലോ. ടോപ്പ് ഡെഡ് സെന്റർ കാണിച്ചിട്ടുണ്ട്. അവിടെ വരെയാണ് പിസ്റ്റന്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. താഴെ കാണിച്ചിരിക്കുന്ന ഈ ടോട്ടൽ ലൈനാണ് ബോട്ടം ഡെഡ് സെന്റർ. പിസ്റ്റൺ താഴോട്ട് വരുന്ന പൊസിഷൻ. ഇവിടെ ഒരു കമ്പഷൻ ചേമ്പർ ഉണ്ട്, ഇവിടെയാണ് കമ്പഷൻ നടക്കുന്നത്. ഇനി വർക്കിംഗ് നോക്കുക. ഫസ്റ്റ് സ്ട്രോക്കാണ് ഇൻടേക്ക് അല്ലെങ്കിൽ സക്ഷൻ സ്ട്രോക്ക്. നമ്മുടെ സക്ഷൻ സ്ട്രോക്കിന്റെ സമയത്ത് പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്യും. ഇൻലെറ്റ് വാൽവ് എക്സോസ്റ്റ് വാൽവും ഉണ്ട്. ഫസ്റ്റ് സെക്ഷൻ സ്ട്രോക്കിന്റെ സമയത്ത് ഇൻലെറ്റ് വാൽവ് ഓപ്പണും എക്സോസ്റ്റ് വാൽവ് ക്ലോസ്ഡും ആണ്. ക്യാമിന്റെ മൂവ്മെന്റ് ആണ്, കാരണം ലെഫ്റ്റ് നോക്കാം. ക്യാം മൂവ് അനുസരിച്ചാണ് ഇൻലെറ്റ് വാൽവ് തുറക്കുന്നത്. പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലേക്ക് പോകും. ഇപ്പോൾ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ക്യാം മൂവ് അനുസരിച്ചാണ് ഇൻലെറ്റ് വാൽവ് തുറന്നു കൊടുത്തു. എയർ വെളിയിൽ നിന്ന് ഇൻലെറ്റ് മാനിഫോൾഡിൽ കൂടി എഞ്ചിൻ സിലിണ്ടറിനകത്തേക്ക് എയർ കയറിയാണ് കേട്ടോ. എയർ കയറിക്കൊണ്ടിരിക്കുകയും ഈ ഫസ്റ്റ് സ്ട്രോക്കിന്റെ അവസാനം ഈ വാൽവ് ക്ലോസ് ആവുകയും ചെയ്യും. ഇതാണ് ഫസ്റ്റ് സ്ട്രോക്ക്. ഇത്രയാണ് ഉള്ളത്. നെക്സ്റ്റ് സ്ട്രോക്കാണ് കംപ്രഷൻ സ്ട്രോക്ക്. കംപ്രഷൻ സ്ട്രോക്കിന്റെ സമയത്ത് പിസ്റ്റൺ ബോട്ടം ഡെഡ് സെന്ററിൽ നിന്നും ടോപ്പ് ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ നേരത്തെ കയറിയിരുന്ന എയർ ഹൈ ടെമ്പറേച്ചർ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ക്ലോസ്ഡ് ആണ്. കണ്ടോ, എയർ കയറാതെ പോകുന്നതുണ്ടോ ലെഫ്റ്റിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഈ എയറിനെ കംപ്രസ് ചെയ്യും. ഹൈ പ്രഷർ ടെമ്പറേച്ചറിലേക്ക് കംപ്രസ് ചെയ്തിട്ട് മുകളിലെത്തുമ്പോൾ, അതായത് ഈ കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാനം ജസ്റ്റ് ബിഫോർ ദ എൻഡ് ഓഫ് കംപ്രഷൻ സ്ട്രോക്ക്, ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ത് ചെയ്യും? ഫ്യൂവലിനെ ഫൈൻ സ്പ്രേയുടെ രൂപത്തിൽ സിലിണ്ടറിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. കണ്ടോ, കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാനം ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ നേരത്തെ കംപ്രസ് ചെയ്തിരിക്കുന്ന എയറിന്റെ ഹൈ ടെമ്പറേച്ചർ പ്രഷർ കാരണം ഇവിടെ ബേണിംഗ് സംഭവിക്കും. ഈ ഫ്യൂവൽ മോളിക്യൂൾസ് ഈ പ്രഷറിനെ ഹീറ്റ് അബ്സോർവ് ചെയ്യും. എയറിന്റെ ഹീറ്റ് അബ്സോർവ് ചെയ്ത് കഴിയുമ്പോൾ കംപ്രഷനും പ്രഷറും ടെമ്പറേച്ചറും എല്ലാം കൊണ്ട് അവിടെ ബേണിംഗ് സംഭവിക്കും. ബേണിംഗ് സംഭവിച്ചിട്ട് പിസ്റ്റൺ മേലിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യണം. പിസ്റ്റൺ ടോപ്പ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്യണം. ഇതാണ് എക്സ്പാൻഷൻ സ്ട്രോക്ക് അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. വർക്കിംഗ് സ്ട്രോക്കിൽ പിസ്റ്റൺ മേലിൽ താഴോട്ട് വരും, ഫ്യൂവൽ കത്തും,
കണ്ടോ, ഇതാണ് സംഭവിക്കുന്നത്. വർക്കിംഗ്, ഇതാണ് എക്സ്പാൻഷൻ സ്ട്രോക്ക് അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക്. ലാസ്റ്റിലുള്ളതാണ് എക്സോസ്റ്റ് സ്ട്രോക്ക്, അവസാനത്തെ സ്ട്രോക്ക്. എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഈ കത്തിയിരിക്കുന്ന ബേൺഡ് ഗ്യാസ് പുറന്തള്ളുന്നതാണ് എക്സോസ്റ്റ് സ്ട്രോക്ക്. ഈ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പ്രഷർ, ഹൈ ടെമ്പറേച്ചറിലുള്ള ഗ്യാസ്, ബേൺഡ് ഗ്യാസ് പുറന്തള്ളും. പിസ്റ്റൺ ഇവിടെ ചെയ്യുന്നത് ബോട്ടം ഡെഡ് സെന്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ക്യാമിൻ്റെ റൊട്ടേഷൻ കൊണ്ട് എക്സോസ്റ്റ് വാൽവ് തുറക്കുകയും ഈ കത്തിയിരിക്കുന്ന ഗ്യാസ് എക്സോസ്റ്റ് മാനിഫോൾഡിൽ കൂടി നമ്മുടെ സൈലൻസിലേക്ക് വന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഇതാണ് ലാസ്റ്റ് സ്ട്രോക്ക്. ഇവിടെ ഇൻലെറ്റ് വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും, എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കും. പിസ്റ്റൺ ബോട്ടം ഡെഡ് സെന്ററിൽ നിന്നും ടോപ്പ് ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. ഇത്രയാണ് വർക്കിംഗ് ഉള്ളത് 4 സ്ട്രോക്ക്. മനസ്സിലാക്കാമല്ലോ. നോക്കാം. 4 സ്ട്രോക്ക് ഉണ്ട്. പാർട്സ് പറഞ്ഞു. ഫസ്റ്റ് സ്ട്രോക്കിൽ ഇൻലെറ്റ് വാൽവ് തുറക്കും. ഫസ്റ്റ് സ്ട്രോക്കിൽ ഇൻലെറ്റ് വാൽവ് തുറക്കും, ഗ്യാസ് അകത്തേക്ക്, എയർ അകത്തേക്ക് ഇടും. ഇവിടെ പൊസിഷൻ, പിസ്റ്റന്റെ പൊസിഷൻ TDC to BDC ആയിരിക്കും. എക്സോസ്റ്റ് വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ നമ്മൾ ആദ്യം കാണിച്ച ഫിഗർ അല്ലേ, ഇവിടെ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് 5 to 1 ആണ്. ഫസ്റ്റ് സക്ഷൻ സ്ട്രോക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് 5 to 1. നെക്സ്റ്റ് സ്ട്രോക്കാണ് കംപ്രഷൻ സ്ട്രോക്ക്. ഇവിടെ എയറിനെ പിസ്റ്റൺ മേലോട്ട് പോകും, BDCന്ന് TDCയിലേക്ക് പോകും, എയറിനെ കംപ്രസ് ചെയ്യും. ഇവിടെ 2 വാൽവും ക്ലോസ് ആയിരിക്കും. റെപ്രസെന്റ് ചെയ്യുന്നത് 1 to 2 ആണ്. പ്രഷർ ഇൻക്രീസ് ചെയ്യും. 1 to 2 നോക്ക്, പ്രഷർ താഴെ നിന്ന് മുകളിലേക്ക് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്ട്രോക്കാണ് കംപ്രഷൻ സ്ട്രോക്ക്. കംപ്രഷൻ സ്ട്രോക്കിൽ എക്സ്പാൻഷൻ അഥവാ വർക്കിംഗ് സ്ട്രോക്ക്. വർക്കിംഗ് സ്ട്രോക്കിൽ എന്ത് ചെയ്യും, ഗ്യാസ് ബേൺ ചെയ്യുകയും പിസ്റ്റൺ മേളിൽ താഴോട്ട് വരികയും ചെയ്യും. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഫസ്റ്റ് 2 to 3, ദെൻ 3 to 4. കത്തുന്ന പോർഷനാണ് 2 to 3 റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ 3 കാണിച്ചിരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, 3 കാണിക്കുന്ന പോർഷൻ എത്തുമ്പോഴാണ് നമ്മൾ ഈ ഫ്യൂല് കൊടുത്തിരിക്കുന്നത് കട്ട് ചെയ്യുന്നത്. അവിടെ വരെ ഫ്യൂല് കൊടുക്കത്തുള്ളൂ. പിന്നെ എക്സ്പാൻഷൻ ആണ് വന്നിരിക്കുന്നത്. കത്തും, കത്തി കഴിഞ്ഞിട്ട് പ്രഷർ കുറയും. എക്സ്പാൻഷൻ നടക്കുമ്പോൾ പ്രഷർ കുറയും. 3 to 4 വെച്ച് റെപ്രസെന്റ് ചെയ്യും. പിന്നെ ലാസ്റ്റ് ആണ് എക്സോസ്റ്റ് സ്ട്രോക്ക്. അത് പറഞ്ഞ പോലെ തന്നെ എയർ തുറന്നുള്ളതാണ് എക്സോസ്റ്റ് സ്ട്രോക്ക്. ഇങ്ങനെയാണ് 4 സ്ട്രോക്ക് ഓഫ് ഡീസൽ എഞ്ചിൻ. മനസ്സിലാക്കണമല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, ഇന്നത്തെ ക്ലാസ് മൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് നോക്കാം.